ഹായ് ഫ്രണ്ട്സ്, അതെ ഇപ്പം സമയം എത്രയാണെന്നറിയോ? 6:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാണ് പോണേന്നറിയോ? ഞങ്ങൾ കമ്പനിയുടെ പ്രവേശനോത്സവമാണ്, അങ്ങോട്ടേക്ക് പോവാണ്. തൃശ്ശൂർക്കാണ് പോണത്. ഇപ്പം ഞാൻ എൻ്റെ വീട് അങ്കമാലിയിൽ നിന്നാണ് കേട്ടോ പോണത്. വീട്ടിൽ 2 ആഴ്ച നിൽക്കാൻ വന്നതിന് ശേഷം കേട്ടോ 30-ാം തീയതി ഉണ്ണിയുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഇനി ആദ്യത്തെ ദിവസമല്ലേ കുട്ടിയുടെ, അതിങ്ങി മുടക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. സമയലാഭവും കാശ് ലാഭവും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ ട്രെയിന് പോകാൻ തീരുമാനിച്ചു. കറുകുറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറണത്. കറുകുറ്റിയിൽ നിന്ന് കയറി ഒല്ലൂർ ഇറങ്ങാനാണ് പ്ലാൻ. ശരിക്കും ട്രെയിനിൽ കയറി വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അമ്മയും ഐഷയൊക്കെ ഉള്ള ധൈര്യത്തിൽ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഒല്ലൂർ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. പക്ഷെ അവിടെ ഓട്ടോറിക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നു. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറി നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ പോണത് വീട്ടിൽ വന്ന് കയറിയിട്ട് അംഗനവാടിയിലേക്കാണ് കേട്ടോ. അവള് ഇപ്പം പുതിയ ബാഗും പുതിയ കൊടയൊക്കെയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് പോണത് അംഗനവാടിയിലേക്ക്. കൂടെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ. അംഗനവാടിയൊക്കെ ഒന്ന് കാണാലോ എന്നും പറഞ്ഞ് അമ്മ ഇറങ്ങിയതാ. പിന്നെ ഐഷ വീഡിയോ എടുക്കണ കാരണം ഐഷയുടെ ഫേസും കാണിക്കാൻ പറ്റണില്ല. ഇതാണ് കുട്ടിയുടെ അംഗനവാടി. താഴത്ത് അംഗനവാടിയിൽ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പം അത് കാരണം അംഗനവാടിയുടെ മുകളിൽ ടെറസിലാണ് ഈ പരിപാടി നടത്തുന്നത്. കുട്ടികളും അമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേ അവർക്ക് ചെന്നപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഒരു ബലൂണും തൊപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് സന്തോഷമായി. അവൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും സന്തോഷമായി. പിന്നെ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പിന്നെ അവൾക്ക് അംഗനവാടിയിൽ എൻ്റെ ആദ്യ ദിനം എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് അതിനെന്താ സെൽഫി എന്നാണ് അവർ പറയണത് കേട്ടോ. അതിനകത്ത് വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തേ അവർ. പിന്നെ അത് കഴിഞ്ഞ് പരിപാടി അവസാനിച്ചു. എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. പിന്നെ കളിസ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴി കുട ഞാൻ ഒറ്റയ്ക്ക് ചൂടിക്കോളാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു യുദ്ധമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഐഷയുടെ ഫേസ് കാണിച്ചില്ല എന്നൊരു സങ്കടം വേണ്ട. അവളുടെ ഫേസും കൂടി കാണിക്കേണ്ട കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി പിന്നെ കാണാം.